ഹലോ എവ്രിവൺ, ഇന്ന് നമുക്ക് ഓണസദ്യയ്ക്ക് ഒരു എരിശ്ശേരി തയ്യാറാക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എരിശ്ശേരിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ എരിശ്ശേരിക്ക് ആവശ്യമായ സാധനങ്ങൾ ചേനയും മത്തങ്ങയുമാണ്. ചേനയും മത്തങ്ങയും ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ചേന ഏകദേശം ഒരു 200 ഗ്രാംസ് കാണും. ചേനയെക്കാട്ടിലും കൂടുതലായിട്ട് മത്തങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു 300 ഗ്രാംസോളം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഈ കഷ്ണങ്ങളെ നമുക്ക് കുക്കറിലിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പും 2 പച്ചമുളക് കീറിയതും കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ചേർക്കാം. കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം നമ്മൾ വെള്ളം ചേർക്കാനായിട്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി എരിശ്ശേരിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു 1/4 കപ്പ് ചിരണ്ടിയ തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ എടുക്കാം. ഇത് അവിയലിനൊക്കെ അരയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ മിനുസത്തിൽ നമുക്ക് അരച്ചെടുക്കണം. എന്നാൽ പേസ്റ്റ് ആക്കാൻ പാടില്ല. ഇതുപോലെ അല്പം തരിതരിപ്പോടെ ഇരിക്കുന്നതാണ് എരിശ്ശേരിക്ക് നല്ലത്. കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അവിടെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉള്ളത് എരിശ്ശേരിക്ക് സ്വാദ് കൂട്ടും. ഇനി ഇതിലോട്ട് ഈ അരപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് അരപ്പിൻ്റെ പച്ചമണം മാറാനായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ ഇതൊരു സദ്യ എരിശ്ശേരിയായി മാറിയിരിക്കും. ഇനി ഈ എരിശ്ശേരിയിലോട്ട് നമുക്ക് തേങ്ങ വറുത്ത് ചേർക്കണം. ഒരു പാൻ ചൂടാക്കി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് ചിരണ്ടിയ തേങ്ങ ചേർക്കാം. ഈ തേങ്ങ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ചെറുതീയിൽ ഇതൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഇവിടെ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എരിശ്ശേരിയിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കടുക് വറുത്തിടാം. അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് എരിശ്ശേരിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മത്തങ്ങ കൂടുതലായി ചേർത്തതുകൊണ്ട് മധുരം അല്പം മുമ്പേ നിൽക്കുന്ന ഒരു എരിശ്ശേരിയാണിത്. ഇത്തവണത്തെ ഓണസദ്യയ്ക്ക് നിങ്ങൾ ഈ എരിശ്ശേരി ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.